ഏറാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ. ബാക്കി സെൻറ്ററിൽ ഒരു ഇത്രയും ഭാഗമാണ് ക്ലീൻ ആയിട്ടുള്ള അതിൻ്റെ നീര് വന്ന് കിടക്കണേ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മുന്തിരിൻ്റെ ശരിക്കും ആ ഒരു ഫ്ലേവറാണ് ഇതിനകത്ത് കയറി നിൽക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്മസിന് വേണ്ടി തീപ്പൊരി സാധനം ഇട്ട് വെച്ചിട്ട് ഇന്നേക്ക് 21 ദിവസമായിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ നമ്മൾ ക്രിസ്മസിന് വേണ്ടി എടുക്കാനായിട്ട് നമ്മൾ ഇട്ട് വെച്ചിരുന്ന ഗ്രേപ്പ് വൈനാണ്. അപ്പോൾ ഇതിൻ്റെ 2 ബോട്ടിലുണ്ട്. അതിനകത്ത് ഒരു ബോട്ടിലാണ് നമ്മൾ 21 ദിവസത്തിന് ശേഷം ഇന്ന് എടുക്കുന്നത്. ഒരു ബോട്ടിൽ നമ്മളൊരു 100-150 ദിവസത്തേന് കീപ്പ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിച്ച് ഫിൽറ്റർ ചെയ്ത് അരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ടേസ്റ്റ് നോക്കലും റിവ്യൂ എല്ലാം ആയിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വൈന് ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ട് നമ്മളൊരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയ കണ്ണിയുള്ള അരിപ്പ കേട്ടോ. ഒരുപാട് വലുതില്ല, എന്നാലും അത്യാവശ്യം വലുപ്പമുണ്ട്. പിന്നെ ഒരു പാത്രമുണ്ട്. അപ്പോൾ ഇതിനകത്തേക്കാണ് നമ്മളിത് ഒഴിക്കുന്നത്. പരിപ്പേൽ ഒഴിച്ചെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തോർത്തുണ്ടല്ലോ, നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല വൈറ്റ് തോർത്തുണ്ടെങ്കിൽ തോർത്തിനകത്തേക്ക് ഇട്ടതിന് ശേഷം ഫിൽറ്റർ ചെയ്തിട്ടെടുക്കുക കേട്ടോ, പിഴിഞ്ഞെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ അരിപ്പ എടുത്തിട്ട് അരിപ്പയിൽ ഇട്ടിട്ടെടുത്താലും മതി. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം അരിപ്പയിലാണ് ഫിൽറ്റർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ വൈൻ ഇട്ടതിന് ശേഷം 7 ദിവസത്തിന്, അതായത് ഒരാഴ്ച ആൾട്ടർനേറ്റ് ഡേയ്സിൽ നമ്മൾ നൈറ്റ് എടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ വൈൻ ഇട്ട ഒരു വീഡിയോയിനകത്ത് പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല, എന്തായാലും കാണണം കേട്ടോ. ഇത് എങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ ഈ വൈൻ ഇട്ടതെന്ന് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം അതിൻ്റെ ആ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. ആ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ വൈൻ എടുത്ത് ഫിൽറ്റർ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഇത് പൊട്ടിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കോട്ടണൊക്കെ ഇട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊക്കെ കെട്ടൊക്കെ ഫസ്റ്റ് അയക്കാം. യെസ്, ഇതിൻ്റെ ഈ ഒരു അടപ്പാണെങ്കിലും ഭയങ്കരമായിട്ട് അടച്ച് ടൈറ്റ് ചെയ്തൊന്നും അല്ലായിരുന്നു വെച്ചിരുന്നത്. ഒരു മിനിമം ടൈറ്റായിരുന്നു കേട്ടോ വെച്ചിരുന്നത്. യെസ്, ഇതാണ് നമ്മൾ 21 ദിവസത്തിന് ശേഷം നമ്മൾ ഭരണി പൊട്ടിക്കുമ്പം കാണാനുള്ളത് കേട്ടോ. അതായത് നമ്മൾ ഇട്ട് വെച്ചിരുന്ന മുന്തിരി എല്ലാം അതിനകത്ത് കിടന്ന് അതിൻ്റെ സത്തും കാര്യങ്ങളും എല്ലാം താഴത്തേക്ക് ഇറങ്ങി അതിൻ്റെ തൊണ്ട് മുകളിലേക്ക് വന്നിങ്ങനെ പൊങ്ങിക്കിടക്കുവാണ്. ഇനി നമ്മളിത് ഫിൽറ്റർ ചെയ്ത് പിഴിഞ്ഞെടുക്കുമ്പോഴത്തേന് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, ഈ ഒരു ബോട്ടിലിൻ്റെ ഈ ഒരു ഒരു 1/4 ഭാഗത്തോളം, ടോപ്പിലൊരു 1/4 ഭാഗത്തോളം നമ്മൾ ഇട്ട് വെച്ചിരുന്ന മുന്തിരിയും ആ സ്പൈസസും എല്ലാം അതിൻ്റെ തൊലി വേസ്റ്റും ഒക്കെയാണ് മുകളിലേക്ക് പൊങ്ങിക്കിടക്കണേ. ബാക്കി സെൻറ്ററിൽ ഒരു ഇത്രയും ഭാഗമാണ് ക്ലീൻ ആയിട്ടുള്ള അതിൻ്റെ നീര് വന്ന് കിടക്കണേ. അതിൻ്റെ ബോട്ടം ഇത്രയും ഭാഗത്ത് കണ്ട് ആ മുന്തിരീൻ്റെ ഒരു തരിതരിയൊക്കെ ഉണ്ടല്ലോ, തരിതരിയും ആ പൊടിയൊക്കെ മുന്തിരിയുടെ, അതാണ് ഇത്രയും പോർഷനിൽ കിടക്കുന്നത്. ഏറ്റവും അടിയിൽ നമ്മൾ ഇട്ട് വെച്ചിരുന്ന ആ ഗോതമ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഏറ്റവും അടിയിൽ വന്ന് കിടക്കുന്നത്. ഇനി നമുക്കിത് ഫുള്ള് നമുക്ക് അരിച്ച് നല്ല ക്ലീനാക്കി പ്യുവർ വൈൻ്റെ ആ സെറ്റപ്പിൽ നമുക്ക് എടുക്കാം കേട്ടോ. നല്ല അടിപൊളി കിടിലും മണം കേട്ടോ. ഇത് നമ്മൾ ഈ ഭരണി തുറന്നപ്പോൾ കണ്ടോ, ഈ ഒരു ഏരിയയിൽ ഫുള്ള് ഈ തേനീച്ച പോലത്തെ ഈച്ചകളൊക്കെ വന്നു തുടങ്ങി. സ്വീറ്റ്നെസ്സും ഒക്കെ ആകുമ്പോഴത്തേന് വേഗം തേനീച്ചകൾ പോലത്തെ ഈച്ചകൾ തേന് ശേഖരിക്കാനായിട്ട് വരില്ലേ. ഇനി നമുക്കിത് അരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അത് ഞാനിത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാത്രം വെച്ചു, അതിൻ്റെ മുകളിൽ ഇങ്ങനെ അരിപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കമത്താം. നമുക്കിത് നേരെ ഇങ്ങോട്ട് കമത്താം കേട്ടോ. യോന്നും നോക്കട്ടെ കേട്ടോ. ഇത് മുഴുവൻ ഒഴിക്കാം, മുഴുവനും നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇതൊരു 3 ലിറ്ററിൻ്റെ ഒരു ഭരണിയാണ്. നമ്മൾ അരിപ്പയിലേക്ക് ഒഴിച്ചപ്പോൾ കണ്ടോ ഇങ്ങനെ അതിൻ്റെ നീരെല്ലാം താഴത്തേക്ക് പോയിട്ടുണ്ട്. മുന്തിരീൻ്റെ തൊണ്ടും നമ്മളിട്ട സ്പൈസസും ഗോതമ്പൊക്കെയാണ് കിടക്കുന്നത്. ഇട്ടേക്കുന്ന ഇതൊക്കെ ഒന്ന് പിരിഞ്ഞെടുക്കാനായിട്ടൊരു ചിരട്ട തവി എടുത്തിട്ടുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തൊണ്ടിനകത്തോടെയൊക്കെ ഒരുപാട് പൾപ്പിനകത്തോടെയൊക്കെ ഇതിൻ്റെ ജ്യൂസ് ഇപ്പോഴും ഇരിപ്പുണ്ട്. ജ്യൂസല്ല, വൈനായിട്ടുള്ള അത് ഇരിപ്പുണ്ട്. അതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പൂപ്പലോ പുഴുവോ
ബാഡ് സ്മെല്ലോ അങ്ങനെ ഒരു പ്രശ്നമില്ല. നല്ല കിടിലൻ സ്മെല്ലാണ് ഇത് പൊട്ടിച്ചപ്പോൾ വന്നത്. പിന്നെ ഇത് ഉണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഇതിനകത്ത് പൂപ്പലുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ. ഒരു പ്രശ്നമില്ല ഇതിന്. നല്ല പ്യുവറായിട്ടുള്ള നല്ല ഹോം മെയ്ഡ് വൈനായിട്ടുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് ഫിൽട്ടർ ചെയ്തിങ്ങനെ എടുത്താൽ മതി കേട്ടോ. പൾപ്പിൽ നിന്നും തൊലിയിൽ നിന്നും ഒക്കെ മാക്സിമം നമുക്കിങ്ങനെ പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഞെക്കി പിഴിഞ്ഞെടുക്കാം നമുക്ക്. അത്യാവശ്യമായിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് വേസ്റ്റായിട്ട് തന്നെ കേട്ടോ. ഇതിൽ നിന്ന് അത്യാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി തൽക്കാലം ആവശ്യമില്ല, നമുക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ എടുത്തേക്കുന്ന ഈ ഒരു പാത്രത്തിന് 3/4 പാത്രത്തോളം കിട്ടി കേട്ടോ വൈന്. ഈ ഒരു സ്റ്റീൽ പാത്രത്തിനകത്തേക്ക് നമ്മൾ ആ ഒരു അരിപ്പ് ഇതിനകത്ത് പാകമാവുന്നതുകൊണ്ട് ഈ സ്റ്റീൽ പാത്രത്തിനകത്തേക്ക് വെച്ചാണ്. ഇനി നമുക്കിത് ബോട്ടിലിനകത്തേക്ക് മാറ്റണം കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു വൈനകത്ത് കണ്ടോ, നമ്മളിപ്പം ആ ഒരു മുന്തിരിയുടെ പൾപ്പും കാര്യങ്ങളും അതിൻ്റെ പൊടിയൊക്കെ ഇതിനകത്ത് ഉണ്ട്. ഇത് നമ്മളൊരു ബോട്ടിലിനകത്ത് എടുത്തിട്ട് വെക്കുകയാണെങ്കിൽ ഈ പൊടികളും കാര്യങ്ങളും എല്ലാം ബോട്ടിലിൻ്റെ അടിയിലേക്ക് അടിഞ്ഞു പോകും കേട്ടോ. ഈ ഒരു അരിച്ചു വെച്ചേക്കുന്ന ഈ വൈൻ നമുക്ക് ഇനി ബോട്ടിലിനകത്തേക്ക് മാറ്റണം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ചില്ല് ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഒഴിച്ച് വെക്കുന്നത് ചില്ല് ബോട്ടിലായിരിക്കണം. അപ്പോൾ നമ്മൾ കുറേ ടൈമൊക്കെ കുറേ നാളുകൾ വേണമെങ്കിൽ ഈ ഒരു ചില്ല് ബോട്ടിനകത്ത് ഇരുന്നോളൂ കേട്ടോ. ഫസ്റ്റ് ഞാൻ ഈ ഒരു സാധനം ഈ ഒരു കപ്പിനകത്തേക്ക് മാറ്റുവാണ്. ബോട്ടിലിനകത്തേക്ക് വയ്ക്കാം കേട്ടോ. ഇത് മറ്റേ 1 ലിറ്ററിൻ്റെ കുപ്പി, ഇത് 1 ലിറ്ററോ? അതെ, ഇതിൻ്റെ കളർ നോക്കി. ഇപ്പം നമ്മൾ ഒരു ട്രാൻസ്പെറൻറ്റ് കുപ്പിയിൽ വെച്ചപ്പോഴാണ് ഇതിൻ്റെ ഒരു ശരിക്കും കളർ നിങ്ങൾക്ക് കാണാൻ പറ്റിയതല്ലോ. കണ്ടോ, ഇതാണ് നമ്മുടെ എടുത്ത ആ മുന്തിരി വൈൻ്റെ ഒറിജിനൽ കളർ കേട്ടോ. നമ്മൾ കളറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ബോട്ടിലാക്കിയത്. ഇതേപോലെ ഇനി നമുക്ക് 2-3 ബോട്ടിലിനകത്തും കൂടെ ആക്കി വെക്കാം കേട്ടോ ഫസ്റ്റ്. എന്നിട്ട് നമുക്ക് ഈ ഒരു വൈൻ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇത്രയുണ്ടോ ചെറിയ ഉപ്പ് ചെയ്ത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്ത വൈൻ കേട്ടോ. 3 ബോട്ടിലുണ്ട്. അതായത് 1 ലിറ്ററിൻ്റെ 2 വലിയ ബോട്ടിലും പിന്നെ ഇതൊരു ചെറിയ ബോട്ടിലാട്ടോ 375 ml. നമ്മൾ ഇട്ടേരുന്ന ഭരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലിറ്ററിൻ്റെ ഭരണിയാണ്. അതിനകത്ത് മുന്തിരിയുടെ ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ വന്നല്ലോ. അപ്പം നമ്മൾ ആ 3 ലിറ്റർ ഭരണിയിൽ നമ്മൾ ഇട്ടിട്ട് നമുക്ക് 2.25 ലിറ്റർ അല്ലെങ്കിൽ 350 ലിറ്റർ വൈനാണ് നമുക്ക് കിട്ടിയത്. നല്ല അടിപൊളി കളറിലാണ് കിട്ടിയിരുന്നത്. ഇതിപ്പോൾ ഈ വൈനകത്ത് തന്നെ ഇപ്പോഴും ആ മുന്തിരിയുടെയൊക്കെ പൊടികളുണ്ട് കേട്ടോ. നമ്മൾ ഫിൽട്ടർ ചെയ്തതിന് ശേഷം ഒരു 1 ഡേയും കൂടെ നമ്മളിത് വെച്ച് കഴിയുമ്പോഴത്തേന് ഇത് പ്യുവർ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പം ഇതിനകത്ത് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ മുന്തിരിയുടെ തരികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെല്ലാം ഒരു ദിവസം കൊണ്ട് ഈ ബോട്ടിൻ്റെ അടിയിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് കഴിക്കണതിന് പ്രശ്നമൊന്നുമില്ല. ആ ഒരു ചെറിയ തരിയൊക്കെ ഉണ്ടെന്ന് പ്രശ്നമില്ല. ആ മുന്തിരിയുടെ തരിയരിപ്പാണ്. അപ്പോൾ അതൊന്നും വലിയ പ്രശ്നമില്ല കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഒരു ദിവസം വെക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ഒന്ന് ക്ലീൻ ആവും. പിന്നെ നമ്മളിപ്പോൾ ചില്ല് ബോട്ടിലിനകത്ത് വെച്ചേക്കുന്നത്. അത് നമുക്കിനി എത്ര നാൾ വേണമെങ്കിലും ഈ ഒരു ബോട്ടിലിനകത്ത് ഇങ്ങനെ നമുക്ക് കീപ്പ് ചെയ്യാം കേട്ടോ. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഫിൽട്ടർ ചെയ്ത് വെച്ചേക്കുന്ന ഈ വൈൻ നോക്കുന്ന ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഈ ബോട്ടിലാക്കിയ ഇത് എടുക്കാം നമുക്ക്. ഇതാണ് നമ്മൾ ഫിൽട്ടർ ചെയ്ത് ബോട്ടിലാക്കിയ ആ വൈൻ കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ. നല്ല റെഡ് വൈൻ ആയിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറാണ്. മുന്തിരിയുടെ നല്ല പ്യുവർ കളർ കേട്ടോ. എക്സ്ട്രാ കളർ ആഡ് ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പം ഇതുണ്ട്, ഇതിനകത്ത് ഇങ്ങനെ 2 ലെയർ പോലെ ഇരിക്കുന്നുണ്ട്. 2 ലെയർ പോലെയുണ്ട്. അതിനകത്ത് ഈ ഡാർക്ക് എന്ന് പറഞ്ഞാൽ മുന്തിരിയുടെ കുറച്ച് തരിതരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു ദിവസം നമ്മൾ വെക്കുകയാണെങ്കിൽ ഫുള്ള് അടിഞ്ഞ് കുറച്ചും കൂടെ ക്ലീൻ ആയിട്ട് വരും. ഇപ്പോൾ നമുക്ക് തൽക്കാലം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓവർ മധുരമൊന്നുമില്ല കേട്ടോ. ഒരു നല്ല ഗ്യാസ് ഉണ്ട് കുടിച്ച് കഴിയുമ്പോൾ. മധുരം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ചല്ലായിരുന്നു ഇട്ടായിരുന്നത്. നമുക്ക് മധുരം കുറച്ച് മതിയെന്ന് ഉള്ള ഒരു ഇതിലായിരുന്നു നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തത്. അതുകൊണ്ട് ഇത് കുറവൊന്നുമില്ല. അത്യാവശ്യം കറക്റ്റായിട്ടുള്ള മധുരം ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്.
ഒരുപാട് ഓവർ മധുരമില്ല ഇതിന്. പക്ഷെ കുടിക്കുമ്പോൾ നല്ല സുഖമാണ്. അത് കുടിച്ച് ഇങ്ങനെ ഇറക്കി കഴിഞ്ഞപ്പോൾ ഈ മറ്റേ ഗ്യാസ് ഇങ്ങനെ തൊണ്ടേക്കട ഇങ്ങനെ കയറി വരും കേട്ടോ. സ്പൈസസിൻ്റെ ഒന്നും ഒരുപാട് ആ ഒരു ടേസ്റ്റ് കയറി നിൽക്കുന്നില്ല. നമ്മൾ സ്പൈസസ് കുറച്ചല്ലേ ഇട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരുപാട് സ്പൈസസ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പട്ടയുടെ ആ ഒരു കറുവപ്പട്ട ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫ്ലേവർ ആയിരിക്കും ഈ കൂടുതലും വയനാട്ട് കയറി നിൽക്കുന്നത്. അതൊക്കെ നമ്മൾ ഒരു മീഡിയം രീതിയിൽ കുറച്ച് ക്വാണ്ടിറ്റി ഇട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മുന്തിരീൻ്റെ ശരിക്കും ആ ഒരു ഫ്ലേവറാണ് ഇതിനകത്ത് കയറി നിൽക്കണം കേട്ടോ. അതേ പ്ലസ് ഉണ്ട്. നമ്മളിപ്പോൾ കുടിച്ച് കഴിഞ്ഞപ്പോഴും കുറച്ച് നേരം അതിൻ്റെ ഒരു ഗ്യാസ് എന്താ, നമ്മൾ സാധാരണ വൈൻ കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു ഫീൽ കിട്ടുമല്ലോ, അത് കറക്റ്റായിട്ട് ഇതിനകത്തുണ്ട്. ആഫ്റ്റർ 21 days. ഇനി നമ്മൾ ഒരു ബോട്ടിൽ എടുത്തിട്ടുള്ളൂ. മറ്റേ ബോട്ടിൽ നമ്മൾ 100-150 ദിവസം വെക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഗ്യാസും ഒരു വീര്യമൊന്നും ഇതായിരിക്കും കേട്ടോ, അത് വേറെ ലെവലായിരിക്കും. ഇത് 21 days. ഇത് കറക്റ്റ് മിനിമം ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഇത് നൈസാണ്. ഈ ഒരു പുളിപ്പ് നമ്മൾ ആ മുന്തിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര പുളിയുള്ള ഒരു മുന്തിരി ആയിരുന്നു കേട്ടോ അത്. പക്ഷെ അത് ഫെർമെൻറ്റേഷനൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേനും പുളി കുറഞ്ഞു ശരിക്കും. പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് നോർമലായിട്ടുള്ള ഒരു മധുരവും പുളിപ്പുമായിട്ടുള്ളൊരു നല്ലൊരു കിടിലൻ ടേസ്റ്റ്. ഇത് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റായിട്ടൊന്ന് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ചെറിയൊരു തണുപ്പിൻ്റെ കുറവുണ്ട്. അപ്പം ഇതായിരുന്നു നമ്മുടെ വീഡിയോ. 21 ദിവസത്തിന് ശേഷം നമ്മൾ ഇട്ട് വെച്ച് തരുന്ന ക്രിസ്മസ് വൈൻ നമ്മൾ ഇന്നെടുത്ത് ടേസ്റ്റ് ചെയ്തു. ഇനി ഇത് നമ്മൾ ക്രിസ്മസിന് കഴിക്കാൻ വേണ്ടിയാണ്, കേക്കിൻ്റെ കൂടെ ക്രിസ്മസിന് കുറച്ച് ഒരു എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. നമ്മൾ ഉണ്ടാക്കിയത് എന്തായാലും സക്സസ് ആയിരുന്നു. നമ്മൾ ആ ഭരണി പൊട്ടിച്ചപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അതിനകത്ത് പൂപ്പലോ ബാക്ടീരിയ ബാധിച്ചതോ അങ്ങനെയായിട്ടൊന്നുമില്ലായിരുന്നു. നല്ല ക്ലീനായിട്ട് നല്ല കിടിലനായിട്ടായിരുന്നു നമ്മൾ ആ ഭരണി പൊട്ടിച്ചപ്പോൾ കണ്ടോ കേട്ടോ. അപ്പം അതേപോലെ നല്ല കിടിലനായിട്ട് വൈൻ ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ വൈൻ ഇടുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ എങ്ങനെയാണ് വൈൻ ഇട്ടിട്ട് എടുത്തതെന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ മസ്റ്റായിട്ട് കാണും കേട്ടോ. അപ്പം ഇതായിരുന്നു നമ്മുടെ വൈൻ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ചീസ്. ഇത് 2ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ചെറിയ ബോട്ടിലുണ്ടല്ലോ 375 ml, ഇത് ഞാൻ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം മണ്ണിൽ കുഴിച്ചിടാൻ പോവാണ്. നമ്മൾ വൈൻ്റെ വെറൈറ്റി രീതികൾ നമ്മൾ എടുക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ 21 days ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്തു. പിന്നെ ഒരെണ്ണം ഫിൽറ്റർ ചെയ്യാനായിട്ട് 150 ദിവസത്തിന് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളത് ഫിൽറ്റർ ചെയ്ത് നമ്മൾ കുഴിച്ചിടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഓരോന്നിനും വരുന്നതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട് നമുക്ക് പതിയെ ഓരോന്ന് എടുത്ത് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമുക്കിത് തൽക്കാലം കുഴിച്ചിടാം. വാ. വലിയ ബോട്ടിലെങ്ങാണ് കുഴി എടുത്ത് മടുത്ത. അപ്പോൾ ഈ ബോട്ടിൽ നമുക്ക് കുഴിക്കകത്തേക്ക് ഇറക്കാം കേട്ടോ. ഇതെടുക്കുമ്പോൾ പൊട്ടിപ്പോവാന്നുള്ളൊരു ഡൗട്ടുണ്ട്, കിട്ടാതിരിക്കാൻ. അപ്പോൾ നമ്മളിത് മണ്ണിൽ കുഴിച്ചിടുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഈ ഒരു അടപ്പ് ഭാഗം നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കോഡ് കൊണ്ട് ഇട്ടിട്ട് നല്ലപോലെ കവർ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും പ്രാണികളൊക്കെ വന്ന് കയറാനുള്ള ചാൻസ് ഉണ്ട്. നല്ലപോലെ ടൈറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഈ ഒരു തുണിയിലും കൂടെ പൊതിഞ്ഞു വെക്കാം. വേഗം ഒരു ഇമ്പാക്റ്റ് വന്നാൽ പൊട്ടൂല വെച്ച്. ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ മേളിലൊരു ഇതിന് വെച്ച് കേട്ടോ. നമ്മൾ മാന്തി വരുമ്പോൾ നമ്മൾ എടുക്കാൻ നേരത്ത് മാന്തി വരുമ്പോൾ ബോട്ടിലിൻ്റെ ഒരു അടപ്പ് തട്ടാതിരിക്കുകയാണ്. ഈ ഒരു കുഴിയുടെ സൈഡിലായിട്ട് ഞാനൊരു കമ്പ് കുത്തിയിട്ടുണ്ട്. നമുക്കൊരു 2 മാസമോ എത്ര എപ്പോഴാണ് എടുക്കുന്നത്, അപ്പോൾ വേഗമൊന്നും നമ്മൾ എടുക്കുന്നില്ല. എന്തായാലും ഒരു 2-3 മാസം അവിടെ കിടക്കട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇട്ട് വെച്ചേക്കുന്ന വൈൻ ഇനി നമുക്ക് ഫിൽറ്റർ ചെയ്യണ്ടല്ലോ ആ ഒരു ഭരണി. 100 ദിവസത്തിന് ശേഷം അതെങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് വീഡിയോ ആക്കാണ്ട്, അതിന് ശേഷം എന്ത് ചെയ്യും നമ്മൾ മണ്ണിൽ കുഴിച്ച് സാധനം എടുക്കാണ്ട്, അങ്ങനെ ഒരുപാട് പരിപാടി നമുക്ക് ഇനിയുണ്ട്. അപ്പോൾ തൽക്കാലത്തേന് ഗുഡ് ബൈ.